AK ബാലന്റെ പരാമർശം ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരവകുപ്പ് വഹിക്കുന്ന UDF അധികാരത്തിലെത്തിയ അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ UDF ഭയങ്കര കേന്ദ്രീകരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ്. കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് കേസെടുക്കണമെന്നോ KK ബാലൻ സാറിനെതിരെ കേസെടുക്കണമെന്നൊക്കെയാണ് ഇപ്പം ഒരേപോലെ കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ മുതൽ VD സതീശൻ വരെ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുതയാണോ? അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഞാൻ പറയാം, പൊതുവെ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഈ BJP-യുമായുള്ള അലയൻസ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ BJP-യുടെ വളർച്ച അതിനെ ചെറുതായി കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ മിഷൻ ഈ പറഞ്ഞ പോലെ 34 എന്നുള്ളതാണ് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് BJP-യെ പ്രതിരോധിക്കുക? അല്ല, അത് നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാണ്. BJP-ൻ്റെ വോട്ടിംഗ് പാറ്റേൺ നഗരത്തിലതും മറ്റിടങ്ങളിലും വ്യത്യസ്തമാണ്. അത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. BJP-ക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുകയല്ല, വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തത്. പൊതുവേ നമ്മൾ എടുത്തു നോക്കിയാൽ പരിശോധിക്കാം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തോ, തൊട്ട് മുമ്പത്തല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് ഒരു കൊല്ലത്തിന് ശേഷം വോട്ട് കൂടിയിട്ടുള്ളത്. ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുള്ളത്, അത് LDF-നാണ്. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതേ പാറ്റേൺ ഇപ്പോൾ കോഴിക്കോട് ജില്ല എടുത്ത് നോക്കുക നിങ്ങൾ, 5% വോട്ടാണ് ലോക്സഭയേക്കാൾ LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചത്. UDF-ന് 6% വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത്. ഇതേ പാറ്റേണിൽ പോയാൽ ഇനിയും വോട്ട് ഷെയർ വർദ്ധിക്കും, സീറ്റും വർദ്ധിക്കും. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ആ വിശ്വാസത്തിലാണ് എല്ലാ നിലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. UDF പറഞ്ഞാൽ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെന്നാണ് PV അൻവർ പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ? ഈ കനകോലുവിന്റെ റിപ്പോർട്ടിൽ അല്ല, അത് പറയട്ടെ. അല്ല, അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. UDF-ന് അതിൽ തീരുമാനിക്കാമല്ലോ. LDF സ്ഥാനാർത്ഥികളൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. LDF കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിലും വിജയിച്ച് വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഓരോ മണ്ഡലത്തിലും ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് മുന്നണിയാണ്. UDF-ന് തീർച്ചയായിട്ടും തീരുമാനിക്കാം. ജനാധിപത്യത്തിൽ ഏതൊരു പൗരനും എവിടെയും മത്സരിക്കാം. അത് UDF തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയാനാണ്? കനകോലുവിന്റെ റിപ്പോർട്ടിൽ അൻവർ വിജയസാധ്യതയില്ലെന്നും അവിടെ കോൺഗ്രസ് മത്സരിക്കണമെന്നും പറഞ്ഞിട്ട് ആദം മുൻഷിയുടെ പേരും അതുപോലെ മറ്റൊരാളുടെ പേരും രണ്ടുപേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്കറിയില്ല. ഞാൻ ഈ കനകോലൂനെയും അല്ലെങ്കിൽ അതിലും വലിയ കോലൂനെയും നോക്കിയിട്ടില്ല. ഞാൻ നാട്ടിലെ ജനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കയർ തൊഴിലാളി, അതുപോലെ ഞാൻ പ്രതിനിധാന മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർ, വ്യാപാരികൾ, കർഷകർ, യുവജനങ്ങൾ അവരായിട്ട് സംവദിച്ചിട്ടാണ് മുന്നോട്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. കനകോലും അല്ല ഏത് കോലും ആയാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് പ്രധാനം. പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇടപെടുന്നു? ഒരു ഷോക്ക് കേസിൽ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ ചില്ലിൻ്റെ അതല്ല ഞാൻ പറയുന്നത്. ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഞാൻ ഇപ്പോൾ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ മനുഷ്യരെ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഞാൻ ഈ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഞ്ഞികൂടി മുട്ടിക്കാൻ എന്തായാലും ഞാനില്ല. അദ്ദേഹം ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു റിപ്പോർട്ട് വെച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിൽ ആഗ്രഹമുണ്ടാക്കി അവരിൽ ഭരണത്തിലെത്തുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ഭരണത്തിലെത്തിയാൽ ചെയ്യാൻ പറ്റുന്ന പല സൗഭാഗ്യങ്ങളെക്കുറിച്ച് പഴയ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് പലതും ഓർത്തു പോകുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന പൈസ അവർ കൊടുക്കും. അത് കൊടുക്കാൻ കോടികളുണ്ടാകും. അതിന് മറ്റ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മോശമാക്കി നിങ്ങൾ പറയരുത്. കനകോലുവിനെ കോലു എന്ന് വിളിച്ചെന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് കനകോലു അല്ല ഏത് കോലു വിചാരിച്ചില്ല. അവരവരുടെ കഞ്ഞികൂടി മുട്ടുന്നൊരു പണിക്ക് ഞാനില്ല. അത് അവർ നാളെ പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ നാളെ വേറെ ഏതെങ്കിലും മുന്നണിയുടെ സ്ട്രാറ്റജിസ്റ്റായിട്ട് പോവും, കൺസൾട്ടൻ്റായിട്ട് പോവും. അവരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് ചെയ്യുന്നതല്ല. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടാണോ കനകോലു പണിയെടുക്കുന്നത്? അല്ലല്ലോ. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് താഴെത്തട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ്. ഇടതുപക്ഷത്തിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ ഏത് മുന്നണി ആയിക്കോട്ടെ, ആ പ്രവർത്തകരുടെ പ്രവർത്തന അനുഭവത്തിലും വലിയ ഉരുത്തിരിഞ്ഞ് വരുന്ന സ്ട്രാറ്റജിയേക്കാൾ വേറെ എന്ത് സ്ട്രാറ്റജി ഉള്ളത്? അപ്പോൾ അതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ അത് പൊതുവേ നമ്മൾ അങ്ങനെയാണ് പൊതുവേ കാണുന്നത്. അതുകൊണ്ട് ആരെയും കഞ്ഞൂടി മുട്ടിക്കാൻ ഞാനില്ല.